അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ജീവിക്കാനുള്ള ഇവിടെ ശ്രീ വിൻസെന്റ് തിരുത്തുകയുണ്ടായി, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള എന്നല്ല, ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി പോരാടുന്ന, മനുഷ്യത്വത്തിനു വേണ്ടി പോരാടുന്ന ഗസയിലെ ജനവിഭാഗത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഗസയിലെ പോരാളികൾ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കനത്ത വെല്ലുവിളികളെ അതിജീവിക്കും എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തോളം സായുധ സജ്ജരായ ഒരു ജനവിഭാഗത്തെ കരിങ്കൽ ചീളുകൾ കൊണ്ട് ചെറുത്തുനിന്നു എന്നത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കാനുള്ള ഒരു സമരത്തിന്റെ പാതയിലാണ് അവർ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത്. ഏതാണ്ട് 2006 ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടമാണ് ഗസയിലുള്ളത് എന്ന് നമുക്കറിയാം. ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടത്തോട് ലോകത്തെവിടെയും കാണാത്ത, ലോകത്തെവിടെയും നമുക്ക് ദർശിക്കാൻ കഴിയാത്ത, അനുഭവിക്കാൻ കഴിയാത്ത നിലപാടാണ് ലോകത്ത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചു വരുന്നത്. അവരെ, അവരുടെ മനുഷ്യാവകാശങ്ങളെ, അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇസ്രായേൽ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ഓരോ രാഷ്ട്രീയ താൽപര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ പുതുതായി ആരംഭിച്ച ആക്രമത്തെ അല്ലെങ്കിൽ യുദ്ധത്തെ പല രീതിയിലും വിശകലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്ന് നെതന്യാഹു അടുത്ത ഇലക്ഷനെ മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദുത്വ സയനിസ്റ്റ് സാമ്രാജ്യത്വ കൂട്ടുകെട്ട് ലോകത്ത് ഏതാണ്ട് ഒരേ ശൈലിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴാണ് ഇന്ത്യയിൽ ഭീകരവേട്ട നടക്കാറുള്ളത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കാർഗിൽ യുദ്ധം നടന്നത്? ഇന്ത്യയിൽ ഒരു വലിയ ജനവിഭാഗം പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ട് ആഗോള ഇടപെടലോടുകൂടി നടന്ന നിരവധി നിരവധി ആക്രമണങ്ങളെ നാം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇത്തരത്തിൽ ഭരണകൂടം പ്രതിസന്ധിയിലാവുകയോ അല്ലെങ്കിൽ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം മറക്കാനോ ഒളിക്കാനോ അല്ല ഒളി അജണ്ടകളോ അതുമല്ലെങ്കിൽ ഭരണകൂടം അടുത്ത ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കേണ്ടി വരികയോ ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ കൃത്രിമമായ ദേശീയ വികാരം ഉണർത്തിവിടാറുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഇലക്ഷന് എങ്ങനെ നേരിടാം? അത് അമേരിക്കയ്ക്കും ബാധകമാണ്, സാമ്രാജ്യത്വത്തിനും ബാധകമാണ്, ഹിന്ദുത്വത്തിനും ബാധകമാണ്. അതുപോലെ തന്നെ സയനിസവും അത് അതേ ശൈലി തന്നെയാണ് ഇപ്പോൾ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് അടുത്ത ഇലക്ഷനിലേക്ക് തന്റെ വിജയം ഉറപ്പിക്കുന്നതിനു വേണ്ടി നിരപരാധരായ ജനവിഭാഗത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് ഭരണകൂടത്തിന്റെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. നീണ്ട 6 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ ശക്തമായ ചെറുത്തുനിൽപ്പിന് ശേഷമാണ് ഇപ്പോൾ ഗസയിലേക്കുള്ള അറ്റാക്കിങ്ങിനെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനവിഭാഗം തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിരവധി വംശഹത്യകൾ ഇതിനകം കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞകാല ഫലസ്തീനിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഷാബ്ര ഷാത്തില്ല കൂട്ടക്കൊലയെക്കുറിച്ച്. 1980-കൾക്ക് ശേഷം 81 അല്ലെങ്കിൽ 82 കാലയളവിൽ നടന്ന ഈ ബൈറൂത്ത് ആക്രമണവുമായി ബന്ധപ്പെട്ട അതിന്റെ ദയനീയമായ ചിത്രം ശ്രീ വിൻസെന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ വളരെ ഭീകരമായ ആ ചിത്രത്തിന്റെ ഒരുപാട് വശങ്ങൾ അറിയാവുന്നവരാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പട്ടിണിക്കിട്ട ഒരു ജനവിഭാഗം അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പച്ചമാംസം തിന്നാൻ ഫത്വ ചോദിച്ച ഒരു സന്ദർഭത്തിന്റെ ദയനീയമായ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അങ്ങനെ ക്യാമ്പുകളിൽ കൂട്ടം കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ ക്യാമ്പുകളിൽ തമ്പടിച്ചിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു ജനവിഭാഗത്തിൽ ഒരു പുലർച്ചയിൽ കടന്നു ചെന്ന് ഓരോരുത്തരെയായി പുറത്തേക്ക് വിളിച്ച് വകവരുത്തുന്ന ഒരു ചിത്രം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. 2,000-3,000 സ്ത്രീകളെയും കുട്ടികളെയുമാണ് അന്ന് ലബനാനിലെ തടവറകളിൽ കൂട്ടക്കുരുതിക്ക് ഏരിയൽ ഷരോൺ നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ഗർഭിണികളെ, നമുക്കറിയാം അന്ന് ഗർഭിണികളെ അവരുടെ വയറ് വിളർത്തി അതിനകത്തുള്ള ചോരപ്പൈതങ്ങളെ
പുറത്തേക്കെറിയുന്ന ഘട്ടത്തിൽ ലോകം ചോദിച്ച ചോദ്യമുണ്ട്, എന്തിനാണ് പാവപ്പെട്ട ഗർഭിണികളുടെ വയറ് പിളർത്തി പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു കുറ്റവും ഒരു അപരാധവും ചെയ്യാത്ത, നിങ്ങളുടെ ഒരു കാപ്പട്യവും തിരിയാത്ത പാവപ്പെട്ട നിരപരാധരെ എന്തിനാണ് നിങ്ങൾ ഈ മണ്ണ് തൊടുന്നതിനു മുമ്പ് ഇത്ര ക്രൂരമായി കൊല ചെയ്യുന്നത് എന്ന ലോകത്തിന്റെ ചോദ്യത്തിന് അന്ന് ഏരിയൽ ശരോണും അനുചരന്മാരും നൽകിയ മറുപടി എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അവർ പിറക്കാനിരിക്കുന്നത് ഭീകരവാദികളെയാണ് എന്നതായിരുന്നു. പിറക്കാനിരിക്കുന്ന കുട്ടികൾ ഭീകരവാദികളാണ്. അതുകൊണ്ട് അവർ പിറന്നു പോകുന്നതിന് മുമ്പ് തന്നെ അവരെ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ അവരെ കൊല ചെയ്യുകയാണ് നമ്മുടെ മുമ്പിലുള്ള പരിഹാരം എന്ന് അന്ന് ഏരിയൽ ശരോൺ ലോകത്തിന് നൽകുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് ഏരിയൽ ശരോൺ മരിക്കാത്തത് എന്ന് ചോദിച്ചാൽ, ജനിക്കാത്ത പാവപ്പെട്ട ചോരപ്പൈതങ്ങളുടെ ശാപം കൊണ്ടാണ് ഏരിയൽ ശരോൺ മരിക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ ഏരിയൽ ശരോണിനെ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നെതന്യാഹു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചരിത്രത്തിൽ പലപ്പോഴും ഇതുപോലുള്ള സ്വേച്ഛാധിപതികൾക്ക് ഐഹികമായ ജീവിതത്തിനകത്ത് തന്നെ തിരിച്ചടി ലഭിച്ച നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഫറോവയ്ക്ക് ശേഷം ഒരുപക്ഷെ ചരിത്രത്തിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന സ്വേച്ഛാധിപത്യത്തിന്റെയും അതുപോലെ തന്നെ സൈനിസത്തിന്റെയും ഭീകരകൃത്യങ്ങളുടെയും ജീവിക്കുന്ന ഉദാഹരണമായി ഇന്നും ഏരിയൽ ശരോൺ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്രായേൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇസ്രായേൽ ലോകത്ത് സൂര്യൻ ഉദിച്ചത് ഇസ്രായേൽ അറിഞ്ഞിട്ടില്ല. അവരുടെ വട്ടത്തിനകത്ത് ഇസ്രായേൽ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാകൃതമായ സമീപനം ആധുനിക ലോകം അംഗീകരിക്കാത്തതാണ് എന്ന് തിരിച്ചറിയുവാൻ ഇസ്രായേലിന് സാധിക്കേണ്ടതുണ്ട്. ആയുധം കൊണ്ട് ജനങ്ങളെ കീഴടക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. ആയുധം കൊണ്ട് അധിനിവേശം നടത്തുന്ന കാലവും കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പുതിയ നവജനാധിപത്യക്രമം ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടല്ല 21-ാം നൂറ്റാണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 20-ാം നൂറ്റാണ്ടിന് ആണവായുധത്തിന്റെ, 20-ാം നൂറ്റാണ്ടിന് അതുപോലെ തന്നെ ഏറ്റവും ശക്തമായ മിസൈലുകളുടെ ആയുധ സന്നാഹങ്ങളുടെ പിൻബലത്തിൽ ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ കൽപ്പിക്കുവാനും ലോകത്തെ നിലക്ക് നിർത്തുവാനും വരച്ചവരയിൽ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയുമായിരുന്നു. അങ്ങനെ ആയുധം കൊണ്ട് കീഴടക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ വിപ്ലവം നടക്കുമായിരുന്നില്ല. ഈ സർവായുധ സജ്ജരായ സർവായുധ സന്നാഹങ്ങളോടുകൂടി ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെയും സയനിസത്തിന്റെയും പിൻബലമുള്ള ഘട്ടത്തിൽ തന്നെയാണ് മിഡിൽ ഈസ്റ്റിനകത്ത് അറബ് വസന്തം വിരിയിക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കാലം മാറിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ മനസ്സിലാക്കേണ്ടുന്ന സമയം വൈകിയിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാലം മാറിയത് വൈകിയാണ് എങ്കിലും ഇസ്രായേൽ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഗസയിലെ ചുണക്കുട്ടികൾ അവരവരെ ഓരോ പ്രഭാതത്തിലും ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് സമകാലിക സംഭവങ്ങൾ നമുക്ക് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഒരു ഘട്ടത്തിൽ ആരായിരുന്നു ഈജിപ്റ്റ് എന്ന് നമുക്കറിയാം. എന്തായിരുന്നു ഈജിപ്റ്റ് നിർവഹിച്ച ധർമ്മം എന്ന് നമുക്കറിയാം. ഇസ്രായേൽ എന്ന് പറയുന്ന കവലച്ചട്ടമ്പിയെ ബ്രിട്ടന്റെയും റഷ്യയുടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് അമേരിക്കയുടെയും ഗൂഢാലോചനയുടെ ഫലമായി 1948 മെയ് 15 ജന്മമെടുത്ത ഇസ്രായേൽ എന്ന് പറയുന്ന ജാരസന്തതിയെ ഈ രാജ്യത്ത് തീറ്റിപ്പോറ്റി വളർത്തുന്നിടത്ത്, ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നിടത്ത് ഈജിപ്റ്റ് നിർവഹിച്ച പങ്ക് അതിനിർണായകമായിരുന്നു. ഒരുപക്ഷെ ഹുസ്നി മുബാറക് എന്ന് പറയുന്ന ഭരണാധികാരി ജമാൽ അബ്ദുൽ നാസറിൽ നിന്ന് തുടങ്ങുന്ന ഹുസ്നി മുബാറക്കിൽ എത്തി നിൽക്കുന്ന സ്വേച്ഛാധിപതികളുടെ നിര എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ രാജ്യത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന കവലച്ചട്ടമ്പിയുടെ വലങ്കായിയായി പ്രവർത്തിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലം മാറിയിരിക്കുന്നു. തങ്ങൾക്ക് ചുറ്റും തങ്ങൾ നിലയുറപ്പിച്ചിരുന്ന ഒരുപാട് ഇരുമ്പ് കവചങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ ഇന്ന് ഗാസയിൽ നിന്ന് ഉതിർത്തുവിടുന്ന അല്ലെങ്കിൽ തെടുത്തുവിടുന്ന മിസൈലുകളെ തകർക്കുന്നതിന് വേണ്ടി അവർ സ്ഥാപിച്ചിരിക്കുന്ന ലോഹ കവചങ്ങൾ വരെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തം ആകാശത്ത് ഗാസയിൽ നിന്ന് വരുന്ന പോരാളികളുടെ മിസൈലിനെ ചെറുക്കുന്നതിന് വേണ്ടി അവർ സ്ഥാപിച്ചിരിക്കുന്ന ലോഹ കവചം മാത്രമല്ല തകർന്നുകൊണ്ടിരിക്കുന്നത്, ആ രാജ്യത്തിന്റെ ഇരുവശങ്ങളിലും വിവിധ രാജ്യങ്ങളെ കാവലാളാക്കി നിർത്തിയിരിക്കുന്ന കാവലാളും ഇന്ന് കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത ഇസ്രായേൽ വൈകി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഈജിപ്റ്റ് എന്ന് പറയുന്നത് പോരാളികൾക്കുള്ള എൻട്രൻസ് ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു കാലഘട്ടത്തിൽ ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ച ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പ്രതിരോധത്തിന്റെ വൻമതിലായിരുന്നുവെങ്കിൽ ഇന്ന് ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഗസയെ പിന്തുണക്കുന്ന പോരാളികളുടെ വിശാലമായ സ്വാതന്ത്ര്യത്തിന്റെ കവാടമായി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന അത്ഭുതകരമായ ആവേശ
ആവേശകരമായ ചിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് തുർക്കിയിൽ നിന്ന് വിദേശകാര്യമന്ത്രി പോകുന്നത്. അതുകൊണ്ടാണ് ഖത്തറിൽ നിന്ന് ചരിത്രത്തിൽ ഏറെ വിസ്മയകരമായ ചുവടുവെപ്പുമായി ഖത്തർ അമീർ പോകുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് മുർസിക്ക് അങ്ങ് ഈജിപ്തിൽ നിന്ന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇത് ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ഇത് അമേരിക്കത്തേക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒബാമ സംസാരിക്കുന്നത് ബുഷ് സംസാരിക്കുന്നത് പോലെയല്ല. ഒബാമ സംസാരിക്കുന്നത് ബിൽ ക്ലിന്റൺ സംസാരിക്കുന്നത് പോലെയല്ല. ഒബാമ സംസാരിക്കുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. ഒബാമ സംസാരിക്കുന്നത് സഹവർത്തിത്വത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ഒബാമ ആവർത്തിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം പോലും 21ാം നൂറ്റാണ്ടിലുണ്ടായ സാമൂഹ്യ പരിവർത്തനത്തിന്റെയും മാറ്റത്തിന്റെയും നവലോകക്രമത്തിനകത്തെ നവജനാധിപത്യ പ്രക്രിയയും കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഒബാമക്ക് തന്റെ ശൈലിയിൽ മാറ്റം വരുത്തേണ്ടി വന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. റോംനിയും ഒബാമയും ഏറ്റുമുട്ടുമ്പോൾ തിളക്കമില്ലാത്ത ഒബാമ വോട്ട് ഫോർ ചേഞ്ച് എന്ന മുദ്രാവാക്യം മുഴക്കിയിട്ട് ഒരു മാറ്റവും വരുത്താൻ കഴിയാത്ത ഒബാമ എന്തുകൊണ്ട് വീണ്ടും ലോകത്തിന്റെ മുമ്പിൽ ആവർത്തിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ റോംനിയുമായി താരതമ്യം ചെയ്യുമ്പോൾ റോംനിയിൽ ജനങ്ങൾ കണ്ടത് സൈനിസത്തെയായിരുന്നുവെങ്കിൽ, റോംനിയിൽ ജനങ്ങൾ കണ്ടത് യുദ്ധത്തെയായിരുന്നുവെങ്കിൽ, റോംനിയിൽ ജനങ്ങൾ കണ്ടത് അധിനിവേശത്തെയായിരുന്നുവെങ്കിൽ, മറുഭാഗത്ത് ഒബാമയിൽ ജനങ്ങൾ ചിരിക്കുന്ന ഒരു മുഖത്തെയും ആ ചിരിയുടെ പിന്നിലുള്ള അജണ്ടയെക്കുറിച്ച് പറയാൻ ഞാനല്ല. അതിനപ്പുറത്ത് ആ ഒബാമയ്ക്കകത്ത് അല്പമെങ്കിലും മാറ്റത്തിന്റെയോ അല്ലെങ്കിൽ അധിനിവേശം എന്ന് പറയുന്ന സമാധാനത്തിന്റെയോ വർത്തമാനങ്ങളെങ്കിൽ കൊച്ചു വർത്തമാനങ്ങളെങ്കിലും കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ആ സമാധാനത്തിന്റെ ആശാകിരണത്തെ പിന്തുണക്കുവാൻ അമേരിക്കൻ ജനത സന്നദ്ധമായത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ആയുധം കൊണ്ട് ലോകത്തെ കീഴടക്കാൻ കഴിയില്ല എന്ന അനുഭവങ്ങളിൽ നിന്ന് ഇസ്രായേൽ പഠിക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 21ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഒരുപക്ഷെ അധിനിവേശത്തിന്റെ ചരിത്രമുള്ള അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് 21ാം നൂറ്റാണ്ടിൽ ലോകത്തോട് പറയുന്നത് ഞങ്ങൾ സ്നേഹിക്കപ്പെടുന്ന അമേരിക്കയാവാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് അമേരിക്കയ്ക്ക് പറയേണ്ടി വന്നത്? 1,00,000-ലധികം വരുന്ന ജനവിഭാഗത്തെ അധിനിവേശത്തിന്റെ പാതയിൽ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത അമേരിക്കൻ സാമ്രാജ്യത്വം എല്ലാം കഴിഞ്ഞ് വെറുങ്കയോടുകൂടി ഇറാഖിൽ നിന്നും മടങ്ങി അഫ്ഗാനിൽ ഒരുപാട് ചൊടിയിലകപ്പെട്ട് അധിനിവേശത്തിന്റെ പാതയിൽ നിന്ന് പിറകോട്ട് പോകാൻ നിർബന്ധിതമാകുന്ന ഒരു ഘട്ടത്തിൽ തങ്ങളുടെ കയ്യിലുള്ള അണുവായുധം കൊണ്ട് മാത്രം ലോകത്തെ കീഴടക്കുവാനോ സമാധാനം സ്ഥാപിക്കുവാനോ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് അധികാരത്തിലേറ്റ ഉടനെ ഒബാമ പറഞ്ഞത് ഞങ്ങൾ സ്നേഹിക്കപ്പെടുന്ന അമേരിക്കയാകുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. അമേരിക്കക്കറിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയെ സ്നേഹിക്കണമെങ്കിൽ ഫലസ്തീൻ സ്നേഹിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ക്യൂബ സ്നേഹിക്കണമെങ്കിൽ, വെനിസ്വലെ സ്നേഹിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഇറാഖ് സ്നേഹിക്കണമെങ്കിൽ അവരെ മനുഷ്യരായി കാണാനും അവരെ സ്നേഹിക്കുവാനും അമേരിക്കയ്ക്ക് സാധിക്കേണ്ടതുണ്ട്. അണുവായുധം കൊണ്ട് സ്നേഹം ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവിലേക്ക് ഒബാമ വന്നാൽ ഒബാമയെ സംബന്ധിച്ചിടത്തോളം അത്രയും നല്ലത് എന്നതാണ് നവലോകക്രമം അമേരിക്കൻ സാമ്രാജ്യത്വത്തെ വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരുപക്ഷെ മുമ്പില്ലാത്ത വിധം ഇസ്രായേൽ ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നിന്ന് ഇസ്രായേലിന് ഓടിയൊളിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് ലോകത്ത് രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ലോകത്ത് ഇസ്രായേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഒരുപക്ഷെ ലോക ഈ ചെറുത്തുനിൽപ്പിന്റെ കൂടെ ഹമാസിന്റെ കൂടെ ഒരു കാലഘട്ടത്തിൽ ആരാണ് നിലയുറപ്പിച്ചത്? ഞാൻ ഓർത്തുപോകുന്നു ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന 80-കാരനായ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ജയിൽവാസം അനുഭവിച്ച ഒരു സുപ്രഭാതത്തിൽ വീൽ ചെയറിൽ അന്ധനായ 86-കാരനായ ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഒരു ജനവിഭാഗത്തിന്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ചതിന്റെ പേരിൽ അതിക്രൂരമായി വധിക്കപ്പെട്ടപ്പോൾ ആ രക്തസാക്ഷിത്വത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വരെ അതിശക്തമായ ഐക്യദാർഢ്യ പ്രകടനം നടത്തിയപ്പോൾ അതിന്റെ മസ്അല അന്വേഷിച്ചിരുന്ന സഹോദര സംഘടനകൾ ഇന്ന് ഐക്യദാർഢ്യത്തിന്റെ പാതയിൽ ഐക്യകാഹളം മുഴക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അഭിമാനകരമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അഥവാ ഫത്തഹും അതുപോലെ തന്നെ ഹമാസും മാത്രമല്ല യോജിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഫത്തഹും ഹമാസും യോജിക്കുന്നത് ഒരു ഗസ പ്രതിഭാസമോ ഒരു ഫലസ്തീൻ പ്രതിഭാസമോ അല്ല. ആഗോളതലത്തിൽ തന്നെ നവജനാധിപത്യം രൂപം കൊണ്ടുവന്ന ഒരു സഹവർത്തിത്വത്തിന്റെയും സഹകരണത്തിന്റെയും ഒരു പുതിയ നയതന്ത്ര വികാസം ഇന്ന് ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ആശാകിരണമായി നിലയുറപ്പിക്കുന്നു എന്നത് വസ്തുതാപരമായി നാം അംഗീകരിച്ചേ മതിയാകൂ. അതിന്റെ അനുരണനങ്ങൾ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് വളരെയേറെ ആഹ്ലാദകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ത്യയെക്കുറിച്ച് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്തായാലും ഒറ്റപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഒറ്റപ്പെടുന്നവരുടെ കൂടെ നിൽക്കേണ്ടുന്ന വിധി ഇന്ത്യയിലെ
എന്റെ രാജ്യത്തിന് ഉണ്ടാകരുത് എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. സാമ്രാജ്യത്വം കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ, സാമ്രാജ്യത്വം ശക്തിപ്പെട്ട ഒരു ഘട്ടത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ സൈനിസം ലോകത്ത് ഏറ്റവും വലിയ ലോക പോലീസായി ഈ രാജ്യത്ത് കവലച്ചട്ടമ്പിയായി വിലസുന്ന കാലഘട്ടത്തിൽ അന്ന് അതിനെതിരെയുള്ള സമീപനം സ്വീകരിക്കുവാൻ എന്റെ ഇന്ത്യക്ക് കഴിഞ്ഞു. ആ സാമ്രാജ്യത്വം കാലിടുന്ന ഘട്ടത്തിൽ, ആ സൈനിസം കാലിടറി പടഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, ആ കാൽക്കീയിൽ ഈ രാജ്യത്തെ കാഴ്ചവെക്കുന്നതിൽ ഞാൻ അപമാനിക്കുന്നു. അതുകൊണ്ട് എന്റെ ഇന്ത്യ നിലപാട് തിരുത്തണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക മാത്രമാണ് എന്റെ ഈ ഹ്രസ്വമായ പ്രഭാഷണത്തിനകത്ത് ചെയ്യുന്നത്. നമ്മുടെ മീഡിയകൾ നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാർ നിങ്ങൾക്കറിയാം. അവർക്കൊരു പക്ഷേ ഒരേ സ്വരമാണ്, അവർക്കൊരു പക്ഷേ ഒരേ നിറമാണ്. അത് രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ട, നേരത്തെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ച സവർണ പൊതുബോധത്തിനകത്ത് നിന്നുകൊണ്ടാണ് അവരുടെ സാംസ്കാരിക വീര്യം പലപ്പോഴും ഉയരെടുക്കാറുള്ളത്. അതുപോലെ തന്നെ അവരുടെ മനുഷ്യാവകാശ മുഖം പലപ്പോഴും രാജ്യത്ത് പ്രത്യക്ഷപ്പെടാറുള്ളത്. അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ എത്ര കണ്ണടച്ചാലും, നിങ്ങൾ എത്ര ഇരുട്ടാക്കിയാലും ആ ഇരുട്ടിനെ യഥാർത്ഥത്തിൽ പകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഇന്ന് ഗസയിൽ നിന്നുള്ള വെളിച്ചം ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രഭചരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലാല യൂസഫ് ലോകത്ത് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്, അത് നമ്മുടെ രാജ്യത്ത് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്തേ നമ്മുടെ രാജ്യത്തെ, ഈ രാജ്യത്തെ സാംസ്കാരിക നായകന്മാർക്കും മീഡിയകൾക്കും അബൂദുറയും അതുപോലെ തന്നെ ഈമാൻ ഹുജൂഉം യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ആഘോഷിക്കപ്പെടുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, മൗലികമായ ചോദ്യം ഈ സന്ദർഭത്തിൽ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അത് കൃത്യമായി ലോകത്ത് പല കാര്യങ്ങളിലും തിരുത്തിയതുപോലെ വൈകി വന്നിട്ട് അവരും തിരുത്തും, അവരെ അധിക്ഷേപിക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം, ഈജിപ്തിന്റെ വഴിയോരങ്ങളിൽ വരെ വിപ്ലവത്തിന്റെ പുതിയ വസന്തം വിരിയുന്ന ഘട്ടത്തിൽ ആഗോള മീഡിയകളുടെ കൂടെ നിന്നുകൊണ്ട് ബ്രദർഹുഡ് എന്ന് പറയുന്നത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഏജന്റാണ് എന്ന് നായികക്ക് 40 വട്ടം ഉദ്ഘോഷിച്ചിരുന്ന കേരളത്തിലെ മുത്തശ്ശിപത്രങ്ങൾ വിപ്ലവം ഒരു യാഥാർത്ഥ്യമായപ്പോൾ, ഹിലരി ക്ലിന്റൺ ഈജിപ്തിലെത്തിയപ്പോൾ, ലോകം വിപ്ലവത്തെ അംഗീകരിച്ചപ്പോൾ പറഞ്ഞു ബ്രദർഹുഡ് മിതവാദ ഗ്രൂപ്പുകളാണ് എന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുത്തശ്ശിപത്രങ്ങളിൽ വായിക്കേണ്ടി വരും, ഹമാസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ പോരാളികളുടെ മിതവാദ ഗ്രൂപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചെഗ്വേര തീവ്രവാദിയായിരുന്നുവെങ്കിൽ, മാർട്ടിൻ ലൂതർ കിങ് തീവ്രവാദിയായിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് തീവ്രവാദിയായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ പട്ടികയിൽ നിങ്ങൾക്ക് ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഉൾപ്പെടെയുള്ള ഹമാസിന്റെ പോരാളികളെ ചേർക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, അവരുടെ പട്ടികയിൽ അഭിമാനത്തോടുകൂടി ഇസ്ലാമിക പ്രസ്ഥാനത്തിന് എണ്ണാൻ കഴിയും. തീർച്ചയായിട്ടും ഷെയ്ഖ് അഹമ്മദ് യാസീൻ പോരാളിയാണ്, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ അസീസ് റന്തീസി പോരാളിയാണ്, അതുപോലെ തന്നെ എന്റെ കൊച്ചനുജൻ അബൂദുറ പോരാളിയാണ്. 6 മാസം പ്രായമായപ്പോൾ സ്വന്തം അമ്മയുടെ മാറിടത്തിൽ കിടന്ന് അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ സയനിസത്തിന്റെ തീതുപ്പുന്ന തോക്കിനിരയായി ആ അമ്മയുടെ മാറിടത്തിൽ കിടന്ന് പിടഞ്ഞു മരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരി ഈമാൻ ഹുജോ, ഞാൻ മനസ്സിലാക്കുന്നു സ്വാതന്ത്ര്യ പോരാളിയാണ് എന്ന്. ലോകത്തൊരു പക്ഷേ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു സ്വാതന്ത്ര്യ പോരാളിയെ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ പോരാട്ടത്തെ ലോകത്തിന് അംഗീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ തിരുത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് വിജയിക്കാനുള്ള സമരമാണ്, ഇത് വിജയിക്കാനുള്ള സമരമാണ്. കാരണം രക്തസാക്ഷികൾ ജന്മം കൊള്ളുമ്പോൾ 1000 രക്തസാക്ഷികൾ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്ന്, എന്റെ പ്രിയപ്പെട്ട ഒരു രക്തസാക്ഷിയിൽ നിന്ന് 1000 രക്തസാക്ഷികൾ ജന്മം കൊള്ളുന്നു എന്ന് ഈ രാജ്യത്തെ ചരിത്രബോധമുള്ളവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാ എന്ന വിശുദ്ധ വേദഗ്രന്ഥത്തെ ഞാനിതാ ഈ ഗസയുടെ നെഞ്ചത്ത് ചാർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗസയിൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന അന്ധൻ ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഗസയിൽ നിന്നും മിസൈൽ ഇസ്രായേലിന്റെ നെഞ്ചത്തേക്ക് ശക്തമായി ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ലോകത്ത് മാറ്റത്തെ അംഗീകരിക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം തീർച്ചയായിട്ടും ഈ ഭരണകൂടങ്ങൾക്കുണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ തന്നെ, നിങ്ങൾക്കേവർക്കും നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നത് പോലെ തന്നെ ഷഹീദ് ഹസനുൽ ബന്നയുടെ രക്തസാക്ഷിത്വം, ഷഹീദ് സയ്യിദ് ഖുത്ബിന്റെ രക്തസാക്ഷിത്വം വിപ്ലവത്തിന്റെ വസന്തം വിജയിച്ചുവെങ്കിൽ ഞാൻ പറയുന്നു ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ രക്തസാക്ഷിത്വം, ഷെയ്ഖ് അബ്ദുൽ അസീസ് റന്തീസിയുടെ രക്തസാക്ഷിത്വം സ്വതന്ത്ര ഫലസ്തീന്റെ പിറവിക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകേണ്ടതില്ല. അതുകൊണ്ട് ഇത് വിജയിക്കാനുള്ള സമരമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, എന്തുകൊണ്ട് ഫലസ്തീൻ വിജയിക്കും എന്ന ചോദ്യത്തിന് 6 പതിറ്റാണ്ടിന്റെ ചെറുത്തുനിൽപ്പാണ്
തീർപ്പാണ് ഒരു ന്യായമെങ്കിൽ ഞാൻ പറയുന്നു നിർഭയമായ ആ ജനതയാണ് മറ്റൊരു ന്യായം എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. നേരത്തെ ഇവിടെ ബഹുമാന്യനായ ഷെയ്ഖ് സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി, നേരത്തെ സൂചിപ്പിച്ചു അഹമ്മദ് അൽ ജഅ്ബരിയുടെ ഭാര്യയുടെ പരാമർശത്തെക്കുറിച്ച്. അഹമ്മദ് അൽ ജഅ്ബരിയുടെ ഭാര്യ എത്ര ആവേശത്തോടുകൂടിയാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും മീഡിയകളിൽ നിന്ന് വായിച്ചെടുക്കുകയുണ്ടായി. അഹമ്മദ് അൽ ജഅ്ബരി അദ്ദേഹം അന്ന് അൽ ഖസ്സാം ബ്രിഗേഡിന്റെ തലവൻ എന്ന നിലക്ക് അദ്ദേഹം വധിക്കപ്പെട്ട അന്ന് ഹമാസിന്റെ തലവനും ഹമാസിന്റെ സ്പോക്മാൻ മീഡിയയെ അഭിമുഖീകരിച്ചത് കാണാനിടയായി. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ തലവനാണ് വീണിരിക്കുന്നത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അയാൾ വളരെ നിസ്സംഗമായി അല്ല, വളരെ കൃത്യമായിട്ട് അയാൾ പറഞ്ഞു, ഒന്നും സംഭവിക്കാനില്ല. ഏതാണ്ട് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ തലവൻ ചാർജ് എടുത്തിട്ടുണ്ടാകും, നിങ്ങൾക്കതിൽ സംശയം വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സംഭവിക്കുക? നിങ്ങൾക്കിടയിൽ മിസൈൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ തിരിച്ചങ്ങോട്ട് പോകും. എങ്ങനെ നിങ്ങൾ അറിയേണ്ടതില്ല, പോകുന്നത് നിങ്ങൾക്ക് കാണാമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജനത നിർഭയത്തോടുകൂടി ജീവിക്കുന്ന ജനതയാണ്. 2.5 ലക്ഷം ജനങ്ങൾ ബംഗാറിനകത്ത് അഭയം തേടി ഭീതിയോടുകൂടി പൂച്ചയെപ്പോലെ കഴിഞ്ഞുകൂടുന്ന ഘട്ടത്തിലാണ്. നിങ്ങൾക്കറിയാം 130ഓളം, ഇപ്പോൾ പറയുന്നു 139 എന്ന്, ഈ 139ഓളം ആളുകൾ വധിക്കപ്പെട്ട ഫലസ്തീന്റെ തെരുവ് സജീവമാണ്, അവരുടെ സ്കൂൾ സജീവമാണ്, അവരുടെ കുട്ടികൾ ഇന്നും പതിവ് പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ജീവിതത്തെയല്ല, അവർ മരണത്തെ ഭയപ്പെടുന്നില്ല, അവർ ജീവിതത്തെയല്ല സ്നേഹിക്കുന്നത്, അവർ മരണത്തെയാണ് സ്നേഹിക്കുന്നത്. അഥവാ മരിക്കാൻ പേടിയില്ലാത്ത ഒരു ജനതയെ ജീവിക്കാൻ കൊതിക്കുന്ന ഒരു തലമുറക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നതിന്റെ സാക്ഷ്യമായിരിക്കാം ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മുഹമ്മദ് അൽ ജഅ്ബരി എന്ന് പറയുന്ന അഹമ്മദ് ജഅ്ബരിയുടെ ഭാര്യ പറയുന്ന വർത്തമാനം നിങ്ങൾക്കറിയാം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ വിവാഹ നാളിനേക്കാൾ ഞാൻ ജീവിതത്തിൽ സന്തോഷം കൈവരിച്ച ഒരു സന്ദർഭമാണിത് എന്ന്. അങ്ങനെ അഹമ്മദ് ജഅ്ബരിയുടെ മരണവാർത്ത വീട്ടിലേക്ക് അറിയിക്കുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നത് 9 വയസ്സുള്ള മലാക്ക എന്ന് പറയുന്ന മോളായിരുന്നു. 9 വയസ്സുള്ള മലാക്ക എന്ന് പറയുന്ന മോളോട് ബാപ്പ രക്തസാക്ഷിയായി എന്ന് പറഞ്ഞപ്പോൾ മലാക്ക പറഞ്ഞു, അൽഹംദുലില്ലാ, എന്റെ ബാപ്പാനെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മലാക്കയാണ് അടുത്ത ചരിത്രം രചിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു ജഅ്ബരിയിൽ നിന്ന് 1000 മലാക്കമാർ ജന്മം കൊള്ളുന്നുണ്ട് എന്ന താക്കീതാണ് നെതന്യാഹുവിന് ചരിത്രം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അന്ന് അഹമ്മദ് ജഅ്ബരിയുടെ ഭാര്യ പറഞ്ഞു, പ്രിയപത്നി പറഞ്ഞു, ഞാൻ ഏറെ സന്തോഷവാനാണ്, സന്തോഷവതിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഏറെ സന്തോഷവതിയായത്? അവർ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ 3 ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഒന്നാമത് എന്റെ ഭർത്താവിന്റെ ആഗ്രഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോരാളികളെ സമ്മാനിക്കുക എന്നുള്ളതാണ്. എനിക്ക് ശേഷം പോരാളികളെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, സക്കരിയ നബി അലൈഹി ഇസ്ലാം പിൻതലമുറക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് ശേഷമുള്ള പിൻഗാമികളെ, ഫലസ്തീനിന്റെ ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പിൻഗാമികളെ എനിക്ക് സംഭാവന അർപ്പിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് കണ്ണടക്കാവൂ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അൽഹംദുലില്ലാ, എന്റെ ഭർത്താവിന് 11 മക്കൾ എനിക്ക് ശേഷം ജന്മം കൊണ്ടിരിക്കുന്നു എന്നത്, ഞങ്ങളിലൂടെ ജന്മം കൊണ്ടിരിക്കുന്നു എന്നത് സന്തോഷകരമായ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത് ഞാൻ അദ്ദേഹം ആഗ്രഹിച്ചത് ഏതാനും ആളുകളെയെങ്കിലും ഈ ഫലസ്തീനിലെ ഫലസ്തീനിലെ ശക്തരായ പോരാളികളെ ഈ പറയപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന കവലച്ചട്ടമ്പയുടെ തുറുങ്കിൽ നിന്ന് വിമോചിപ്പിച്ചെടുക്കണം എന്നായിരുന്നു. അൽഹംദുലില്ലാ, ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഘട്ടത്തിൽ ഫലസ്തീനികളെ ജയിലിൽ നിന്ന് വിമോചിപ്പിച്ചെടുക്കുവാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. മൂന്നാമത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച ഘടകം, അദ്ദേഹത്തിന്റെ പ്രിയപത്നി പറയുന്നു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച ഘടകം, അദ്ദേഹം ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതും ഏതാനും മുമ്പ് അദ്ദേഹം അതും നിർവഹിച്ചു കഴിഞ്ഞു. അങ്ങനെ എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ 3 ആഗ്രഹവും പൂർത്തീകരിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അവസാനം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ വളരെ സന്തോഷവാനാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ, ഞാൻ രക്തസാക്ഷിയായാൽ അത് ഒരുപക്ഷെ ഫലസ്തീനിനുള്ള ഏറ്റവും വലിയ ഉപകാരമായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഞാൻ മരണപ്പെട്ട ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. മാത്രമല്ല, രക്തസാക്ഷിയായി കിടക്കുന്ന എന്റെ
പ്രിയതം എന്റെ വിരൽ അപ്പോഴും ചൂണ്ടിക്കൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതുമല്ല, എന്നെ കടന്നുകൊണ്ട് അദ്ദേഹം നോക്കുമ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം എന്റെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുകയാണ് എന്ന്. അതുകൊണ്ടാണ് എന്റെ വിവാഹനാളിനേക്കാൾ സന്തോഷം ഞാൻ എന്റെ രക്തസാക്ഷിയായ എന്റെ പ്രിയതമ്മന്റെ മുഖത്തിൽ നിന്ന് ആവാഹിക്കുന്നു എന്ന് പറയുന്നത് എന്ന് ഈ പറയപ്പെട്ട ബഹുമാന്യയായ ഉമ്മു മുഹമ്മദ് അൽ ജഅബരി ലോകത്തോട് പറയുകയാണ്. എങ്ങനെയാണ് നെതന്യാഹു ഈ ഉമ്മയെ പരാജയപ്പെടുത്താൻ, എങ്ങനെയാണ് നെതന്യാഹു ഈ മലാക്കയെ പരാജയപ്പെടുത്തുവാൻ ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുക? അതുകൊണ്ട് ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും ആധുനിക കാലഘട്ടം മാറിയിരിക്കുന്നു. പ്രാകൃതത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ജനാധിപത്യ പ്രക്രിയയിലേക്ക് വന്നിരിക്കുന്നു. അത്തരം ഒരു നവജനാധിപത്യ സമൂഹത്തിനകത്ത് ആയുധത്തിന്റെ മേൽക്കൈ കൊണ്ട്, അണുവായുധം കൊണ്ട്, അതുപോലെ തന്നെ മിസൈൽ കൊണ്ട് ഒരു വിഭാഗത്തിനും പിടിച്ചു നിൽക്കുക സാധ്യമല്ല. അങ്ങനെ ലോകത്തൊറ്റപ്പെട്ട ഒരു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ബാക്കി വെക്കുന്നതിനുള്ള പോരാട്ടത്തിന്റെ തുടക്കമാണ്, അല്ലെങ്കിൽ തുടർച്ചയാണ് ഇപ്പോൾ ഗസയിൽ നടക്കുന്നത്. ദൈവം തമ്പുരാൻ ഗസയിലെ പോരാളികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അവർക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആത്മാർത്ഥമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഗസയിലെ കൊച്ചുകുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും അതുപോലെ തന്നെ പോരാളികളോടും ഐക്യദാർഢ്യപ്പെടുക. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അടുത്ത വെള്ളിയാഴ്ച മറ്റന്നാൾ ഗസ ദിനമായി ജമാഅത്തെ ഇസ്ലാമി ആചരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഗസയിലെ പാവപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെല്ലാവുന്നിടത്തെല്ലാം നിങ്ങൾ ചെല്ലുക, മുട്ടാവുന്ന വാതിലെല്ലാം നിങ്ങൾ മുട്ടുക, അതുപോലെ തന്നെ ചോദിക്കാവുന്നവരോടെല്ലാം നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് ഗസയിലെ പോരാളികളെ, യുദ്ധബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കുക, അഥവാ ഫണ്ട് നിങ്ങൾ ശേഖരിക്കുക എന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.